ഇനിയുള്ള പ്രഭാഷണം നവമസ്കന്ധത്തില് 12-ാമത്തെ അധ്യായം. ആ കുശ ചരിത്രത്തില് കുശന്റെ വംശം പറയുന്ന ചെറിയ അധ്യായമാണ്. അത് ആണ് വിശാലാക്ഷി അമ്മയ്ക്ക് ഗുരുവായൂരപ്പൻ തെരഞ്ഞു കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഭാഗവത കുടുംബത്തിലെ ഉപാസനയിലാണേലും സത്സംഗങ്ങളാണേലും ഒക്കെ എല്ലാത്തിലും സജീവമായിട്ട് പങ്കെടുത്ത് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരാൾപ്പെട്ടതാണ് വിശാലാക്ഷിയമ്മ. ഈ ഭാഗവതഹംസം മള്ളൂർ ശങ്കര നമ്പൂതിരിയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഈ ഭാഗവത നവാഹയജ്ഞത്തിന്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള അധ്യാനത്തിന് ശേഷമുള്ള 2-ാമത്തെ പ്രഭാഷണത്തിനായിട്ട് നവമസ്കന്ധത്തിലെ 12-ാമത്തെ അധ്യായം പറയുവാൻ വേണ്ടിയിട്ട് എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ 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 ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. യം പ്രവ്രജന്തമനുവേദമവേദകൃത്യം ത്വയ്വായനോ വിരഹാതുരാജുഹാവ പുത്രേതി തന്മയതയാ തരോ വിനേന്ദും സർവഭൂതഹൃദയം മുനിമാനതോസ്മി. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. മടിയൂർ മടിയൂർ തിരുമേനിയുടെ ശ്രാദ്ധദിനത്തിൽ ആഘോഷിക്കുന്ന നവാഹത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെയും മനതിരുമേനിയുടെയും ഈ ഭാഗവത കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്യുന്നു. എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന വിഷയം നവമസ്കന്ധത്തിലെ 12-ാം അധ്യായമാണ്. നവമസ്കന്ധം തന്നെ ഒരു വംശാവലി എന്നാണ് പറയുന്നത്. വംശാവലിയാണ് നവമസ്കന്ധം. അത് പ്രധാനപ്പെട്ട ഒരുപാട് 11 അധ്യായം വരെ ഒരുപാട് മഹാത്മാക്കളുടെ കഥ പറയുന്നുണ്ട്. അതിൽ 24 അധ്യായത്തിൽ ആദ്യത്തെ 13 അധ്യായം കൊണ്ട് സൂര്യവംശവും പിന്നീട് 11 അധ്യായം കൊണ്ട് ചന്ദ്രവംശവുമാണ് ഇവിടെ വിവരിക്കുന്നത്. സൂര്യവംശത്തിന്റെയും ചന്ദ്രവംശത്തിന്റെയും മൂലം ഒന്ന് തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ കൽപ്പാവസാനത്തില് മത്സ്യാവതാരം എടുത്ത ഭഗവാന്റെ സേവ മൂലം ആത്മജ്ഞാനം ലഭിച്ച ദ്രാവിഡ വംശജനായ സത്യവ്രത മഹാരാജാവാണ് സൂര്യപുത്രനായ, അതായത് വിവസ്വാന്റെ പുത്രനായ വൈവസ്വത മനു എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് ശ്രാദ്ധദേവിയിൽ ഉണ്ടായ പുത്രന്മാരാണ് ഇക്ഷ്വാകു മുതലായവർ. ഈ കുലത്തിൽ നിന്നാണ് സൂര്യവംശവും ചന്ദ്രവംശവും ഉണ്ടായത് എന്നാണ് പറയുന്നത്. അത് എങ്ങനെയെന്ന് വിസ്തരിച്ച് കേൾക്കുവാൻ വേണ്ടി ശുഗമഹർഷിയോട് രാജാവ് ആവശ്യപ്പെടുന്നു. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ 12 അധ്യായത്തിലെ വിഷയം. അതായത് 1-ാം അധ്യായം നമുക്കറിയാം. ഇപ്പോൾ 12-ാം ആരും പറയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാം. 1-ാം അധ്യായത്തില് ഇവിടെ ഹരിചന്ദ്രന്റെ കഥ മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. പിന്നെ 1-ാം അധ്യായത്തില് വൈവസ്വതമനുവിന്റെ പുത്രന്മാരായ സുദ്യോമ്നന്റെ കഥ പറയുന്നുണ്ട്. 2-ല് ദ്വിതീയ അധ്യായത്തില് വൈവസ്വത മനുവിന്റെ 4 പുത്രന്മാരുടെ കഥ പറയുന്നുണ്ട്. പിന്നെ 3-ല് ചവന മഹർഷിയുടെയും സുകന്യയുടെയും കഥയും, പിന്നെ 4-ല് നാഭാഗന്റെയും അംബരീഷന്റെയും കഥ പറയുന്നുണ്ട്. 5-ല് അംബരീഷ ചരിത്രം പറയുന്നുണ്ട്. പിന്നെ 6-ല് മാന്താതാവിന്റെയും സൗരഭിയുടെയും കഥ പറയുന്നുണ്ട്. പിന്നെ 7-ല് ഹരിചന്ദ്രന്റെ കഥയും, അതാണ് ഇവിടെ ഇപ്പോൾ എനിക്ക് മുമ്പ് പ്രഭാഷണം ചെയ്തവർ പറഞ്ഞത്. പിന്നെ 8-ല് സഹര രാജാവിന്റെ കഥയും 9-ല് ഭഗീരഥന്റെ ഗംഗാവതരണ കഥയും പറഞ്ഞു. അതിനുശേഷം 10-ലും 11-ലുമായി ധർമ്മപുരുഷനായ
ധർമാത്മാവായ ശ്രീരാമചന്ദ്ര ചരിതവും പറയുന്നുണ്ട്. അവിടെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത്. ഇങ്ങനെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകങ്ങളായ സൂര്യവംശത്തിലെ പ്രമുഖരായ രാജാക്കന്മാരെ കുറിച്ചാണ് അവരെ കുറിച്ച് പറഞ്ഞ ശേഷം ഇക്ഷ്വാകു പരമ്പരയിലെ ബാക്കിയുള്ള വംശത്തെ പറ്റി ശ്രീ ശുഗൻ ഇവിടെ വിസ്തരിച്ച് പറയുന്നു. അതായത് ശ്രീരാമ ഭഗവാന്റെ പ്രവാസയാത്രയ്ക്ക് ശേഷമാണ് ഈ വംശത്തെ പറ്റി വിസ്തരിച്ച് പറയുന്നത്. ഇവിടെ ശ്രീരാമന്റെ വംശത്തിലെ കുശന്റെ വംശാവലിയാണ് 12ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. അതാണ് എനിക്ക് തന്നിരിക്കുന്ന ഇവിടെ വിഷയം. ഇക്ഷ്വാകു വംശമാണ് തന്നിരിക്കുന്നത്. 12ൽ ഇക്ഷ്വാകു വംശമാണ്. അവിടെ ഇക്ഷ്വാകുവിന് 100 പുത്രന്മാർ അതിൽ 3 ജ്യേഷ്ഠപുത്രന്മാരായി വിഭുക്ഷിയും നിമിയും ദണ്ഡകനും ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മള് ഭാഗവതം സ്കന്ധം 9 12ാം അധ്യായത്തില് ശ്രീരാമചന്ദ്രന്റെ പുത്രനായ കുശനിൽ നിന്നും ഇക്ഷ്വാകു രാജവംശം വരെയുള്ള പിൻഗാമികളുടെ വംശപരമ്പരയെ വിവരിക്കുന്നുണ്ട്. പിന്നെ കുശരാജാക്കന്മാരെ ആയ അതിഥി, നിഷാദൻ, നാഭൻ, പുണ്ടരീകൻ, ഹേമധന്നൻ, ദേവനിക, ഹിരണ്യനാഭ എന്നിവരുൾപ്പെടെയുള്ള തുടർച്ചയായ തലമുറകളെ ഇവിടെ വിവരിക്കുന്നുണ്ട്. പിന്നെ നിഗൂഢ യോഗ പൂർണ്ണത നേടിയ മരു എന്ന രാജാവ് അടുത്ത യുഗത്തില് ക്ഷത്രിയ വംശത്തിനെ പുനർജീവിപ്പിക്കുന്നതിനായി കാത്തിരിക്കുന്നു എന്ന് ഇപ്പോഴും കലാപ ഗ്രാമത്തിൽ കാത്തിരിക്കുന്നു എന്നും പറയപ്പെടുന്നു. ആ രാജാവായ മരുവിനെ പ്രത്യേകം വിവരിക്കുന്നു. പിന്നെ ഇതിൽ അടുത്തത് പറയുന്നത് ബൃഹദ്മലന്റെ വംശാവലിയും പ്രസേനജിത്ത്, തക്ഷകൻ എന്നിവരിലൂടെ രാജവംശം ബൃഹദ്ബാലയിലേക്ക് പുരോഗമിക്കുന്നു. പിന്നെ മഹാഭാരത യുദ്ധത്തിൽ, അതായത് അർജുനന്റെ മകൻ അഭിമന്യു വധിച്ച ഒരു ധീരനായ പോരാളിയായി ബൃഹദ്ബലൻ അറിയപ്പെടുന്നു. പിന്നെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ബൃഹദ്ബല രാജവംശത്തിൽ ഭരിക്കുന്ന ഭാവി രാജാക്കന്മാരെ പറ്റിയുള്ള പട്ടിക പഠിച്ചതാണ് അടുത്ത ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. സുമിത്രൻ എന്ന രാജാവിനോടുകൂടി ഈ വംശം അവസാനിക്കുന്നു. ഇത്ര പ്രത്യേക രാജകീയ പരമ്പര ഈ സുമിത്രൻ എന്ന രാജാവിനോടുകൂടി അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പൊ ഓരോ ശ്ലോകമായിട്ട് പറയുകയാണെങ്കിൽ 16 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷെ ഓരോ വംശം ഓരോരുത്തരും എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ശ്രീശുഖം പറയുന്നത് കുശസ്യാദിതിസ്താസ്മാൻ നിഷദത്തൽസുതോ നഭ പുണ്ടരീകോദ തൽപുത്ര ക്ഷേമധന്വാവത അങ്ങനെ തുടങ്ങി 3 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്, ശ്രീശുഖം പറയുന്നത് കുശന് അതിഥി എന്ന പുത്രനും അദ്ദേഹത്തിൽ നിന്ന് നിഷാദനും അദ്ദേഹത്തിന്റെ പുത്രനായി നഭനും അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് പുണ്ടരീകനും അദ്ദേഹത്തിൽ നിന്ന് ക്ഷേമധന്വാവും ഭവിച്ചു. അതിനുശേഷം ക്ഷേമധന്വാവിൽ ദേവാനികനും അദ്ദേഹത്തിൽ നിന്ന് അനിഹനും അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് ഭാര്യാത്രനും അദ്ദേഹത്തിൽ നിന്ന് ബലസ്ഥനും അദ്ദേഹത്തിൽ നിന്ന് സൂര്യന്റെ അംശഭൂതനായ വജ്രനാഭനും ഉണ്ടായി എന്ന് പറയുന്നു. പിന്നെ 3 അദ്ദേഹത്തിന്റെ പുത്രനായി ഗഗനും അദ്ദേഹത്തിൽ നിന്ന് വിദൃതിയും ഉണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് ജൈമിനിയുടെ ശിഷ്യനും യോഗാചര്യനുമായ ഹിരണ്യനാഭനും ഉണ്ടായി. ആ ഹിരണ്യനാഭനിൽ നിന്ന് കൗസല്യനായ യാജ്ഞവൽക്യ മഹർഷി ഐശ്വര്യ സാധകവും ഹൃദയഗ്രന്ഥിനാശകവുമായ ആധ്യാത്മയോഗം അഭ്യസിച്ചു. അവിടെയും യോഗ ചെയ്യുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളത് ഈ യാജ്ഞവൽക്യനെ പറ്റി നമുക്കറിയാം, നമുക്ക് നല്ലപോലെ അറിയാം. പിന്നെ 5 പറയുന്നത് ഹിരണ്യനാഭന് പുഷ്യനും അദ്ദേഹത്തിൽ നിന്ന് ധ്രുവസന്ധിയും ഉണ്ടായി എന്ന് പറയുന്നു. അദ്ദേഹത്തിൽ നിന്ന് സുദർശനനും അദ്ദേഹത്തിന് അഗ്നിവർണ്ണനും പിന്നെ അദ്ദേഹത്തിൽ നിന്ന് ശീഘ്രന് മരുവും പുത്രനായി ജനിച്ചു. ആ മരുവാണ് നമ്മളിപ്പോ പറഞ്ഞത് യോഗസിദ്ധനായിട്ട് കലാപഗ്രാമം എന്ന സ്ഥാനത്തിലെത്തിയിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന്. അദ്ദേഹം കലിയുടെ അവസാനത്തിൽ നഷ്ടപ്രായമായ സൂര്യവംശത്തെ പിന്നെയും പ്രവർത്തിപ്പിക്കുന്നു എന്ന് ആണ് ഈ 6ാമത്തെ
ശ്ലോകത്തിൽ പറയുന്നത്. യോസാവാസ്തേ യോഗസിദ്ധ കലാപഗ്രാമമാശ്രിത കലേരന്തേ സൂര്യവംശം നഷ്ടം ഭാവയിത പുന എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ 7 പറയുന്നത് അദ്ദേഹത്തിൽ നിന്ന്, അതായത് മരുവിൽ നിന്നും ഋതുശ്രുതനും അദ്ദേഹത്തിന് ഋതുശ്രുതനിൽ നിന്നും സന്ധിക്ക് അമർഷണനും അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് മഹസ്വാനും അദ്ദേഹത്തിൽ നിന്ന് വിശ്വാസാഹ്വനും ഉണ്ടായി എന്നാണ് പറയുന്നത്. പിന്നെ വിശ്വാസ്വാഹനിൽ നിന്ന് പ്രസേനജിത്തും അദ്ദേഹത്തിൽ നിന്ന് തക്ഷകനിൽ നിന്ന് ബൃഹദ്ബലനും ഉണ്ടായി. ആ ബൃഹദ്ബലനാകട്ടെ അങ്ങയുടെ പിതാവായ അഭിമന്യുവിനാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നും ഇവിടെ പറഞ്ഞു നിർത്തുന്നു. ഈ പറയപ്പെട്ടവരാണ് കഴിഞ്ഞുപോയ ഇക്ഷ്വാകു വംശത്തിലെ രാജാക്കന്മാർ. ഇനി ഈ വംശത്തിലെ വരാൻ പോകുന്ന രാജാക്കന്മാരെ പറ്റി കേൾക്കുക എന്ന് പറഞ്ഞ് ബൃഹദ്ബലന്റെ പുത്രനായ ബൃഹദ്രണന്റെ ദുരിതനുണ്ടായി എന്ന് പിന്നെയും ശുഗമഹർഷി പറയുന്നു. അങ്ങനെ ഭാവി രാജാക്കന്മാരെ പറ്റിയാണ് ഇനി അടുത്തത് പറയുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഉരുക്രിയന് വത്സവൃദ്ധനും പുത്രനായി. വത്സവൃദ്ധനിൽ നിന്ന് പ്രതിവ്യോമനും അദ്ദേഹത്തിന് ഭാനുവും അദ്ദേഹത്തിന് സൈന്യാധിപനായ ദിവാനും ഉണ്ടാകും. അദ്ദേഹത്തിൽ നിന്ന് സഹദേവനും അദ്ദേഹത്തിന് വീരനായ ബൃഹദശ്വനും അദ്ദേഹത്തിൽ നിന്ന് ഭാനുമാന് കാശ്വനും അനന്തരം അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് സുപ്രതീകനും ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ സുപ്രതീകന് മരുദേവനും അദ്ദേഹത്തിന് സുനക്ഷത്രനും അദ്ദേഹത്തിൽ നിന്ന് പുഷ്കരന് അന്തരീക്ഷനും അദ്ദേഹത്തിന്റെ പുത്രനായി സുതപസും അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ 12ാം ശ്ലോകം വരെ ഞാൻ പറഞ്ഞു. ഇനി 13 പറയുന്നത് അദ്ദേഹത്തിന് ബൃഹദ്രാജനും അദ്ദേഹത്തിൽ നിന്ന് ബർഹിസും അദ്ദേഹത്തിന് കൃതഞ്ജയന് രണഞ്ജയനും അദ്ദേഹത്തിന് സഞ്ജയനും പുത്രനായിട്ടുണ്ടാകും എന്ന് പറയുന്നു. ആ സഞ്ജയന് ശാക്യന് ശുദ്ധോധനന് പുത്രനായി ലാംഗലനും ഉണ്ടാകുമെന്ന് പറയുന്നു. പിന്നെ ലാംഗലനിൽ നിന്നും പ്രസേനജിത്തിൽ നിന്ന് ക്ഷുദ്രകനും ഉണ്ടാകുമെന്ന് പറയുന്നു. പിന്നെ ക്ഷുദ്രകത്തിന് രണകനിൽ നിന്ന് സുരതനിൽ അദ്ദേഹത്തിൽ നിന്ന് ഈ വംശത്തിന്റെ അവസാന കന്യായ സുമിത്രൻ എന്ന പുത്രൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇവരെല്ലാമാണ് ബൃഹദ്ബലന്റെ വംശജാതമാരായിട്ടിരിക്കുന്നത് എന്ന് ശുഗമഹർഷി ഇവിടെ ആ വംശത്തിനെ വിസ്തരിച്ചു പറയുന്നുണ്ട്. ഇവിടെ ഇക്ഷ്വാകു മഹാരാജാക്കന്മാരുടെ ഈ വംശം സുമിത്രൻ വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തെന്നാൽ ആ രാജാവിലെത്തി വംശം കലിയുഗത്തിൽ നാശം പ്രാപിക്കും എന്നാണ് ഇവിടെ അവസാനത്തെ ഇക്ഷ്വാഗുണാമയം വംശ സുമിത്രാന്തോ ഭവിഷ്യതി എത്ര സ്ഥം പ്രാപ്യ രാജാനം സംസ്ഥാം പ്രാപ്യതി വൈഖലോ എന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത് ശുഗമഹർഷി. അപ്പോൾ ഇവിടെ ഈ നവമസ്കന്ധത്തിൽ ഈ വംശാവലി പറ്റിയ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. പിന്നെ കൂടുതലൊന്നും ഇതിൽ പറയാൻ ഇല്ല. എന്നാലും ഞാൻ ഒരു കാര്യം മാത്രം ഇവിടെ സൂചിപ്പിക്കാം. അതായത് ഇവിടെ ഞാൻ രഘുവംശം എന്നൊരു മഹാകാവ്യം കാളിദാസന്റെ പഠിച്ചിട്ടുണ്ട്. അതിൽ കേട്ടതാണ്. മഹാകവിയായ കാളിദാസന്റെ രഘുവംശം എന്ന കാവ്യത്തിൽ പറയുന്ന ഏതാനും കാര്യങ്ങൾ മാത്രം ഇവിടെ പറയാം. അതായത് സൂര്യവംശത്തെ പറ്റിയിട്ട് എല്ലാം അറിയുന്നവർക്ക് പോലും ആ വംശത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ച് ഒപ്പിക്കാവുന്നതല്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണോ ഒരു കേമമായി പണി ചെയ്ത ഒരു പ്ലവം, അതായത് കപ്പൽ കൊണ്ട് സമുദ്രത്തെ തരണം ചെയ്യാൻ ദുഷ്കരമായിരിക്കുന്നത്, അതുപോലെ സൂര്യവംശവും വിവരിക്കാൻ പ്രയാസമുള്ളതാണെന്നാണ് പറയുന്നത്. മഹാർണവും ഉജ്ജ്വലവുമായ വംശത്തെ വർണ്ണിച്ച് വലിപ്പിക്കുന്നത് തീക്ഷ്ണബുദ്ധികളായ പൂർവ കവികൾ കാണിച്ചു തന്ന വഴികളിലൂടെ മാത്രമേ നമുക്ക് വീക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ രാജവംശത്തിന്റെ ചില പ്രത്യേകതകൾ അവിടെ കാളിദാസ കവി ഒരു ശ്ലോകത്തിൽ പറയുന്നത് ഞാനിവിടെ പറയുന്നു. അതായത് പിറവി മുതലേ അവര് വിശുദ്ധരുമാണ്, കർമ്മത്തിലൂടെ ബലമുളവാക്കുന്നവരാണ്. പിന്നെ ആഴി വരെയുള്ള ഊഴിക അധിപന്മാരും വിധി പോലെ അഗ്നിയിൽ ഹോമിക്കുന്നവരും പിന്നെ അസ്ഥികളെ
അവർ ഇച്ഛിക്കും വിധം പൂജിക്കുന്നവരും, അതായത് അർത്ഥികളെ അവരുടെ ഇഷ്ടം അനുസരിച്ച് അവരെ പൂജിക്കുന്നു. പിന്നെ അപരാധത്തിന് തക്ക ശിക്ഷ നൽകുന്നവരാണ്. പിന്നെ ശരിയായ സമയത്ത് ഉണർന്നു വരുന്നവരും, അതായത് തക്ക സമയത്ത് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നവരും, ദാനത്തിനായി ധനം സമ്പാദിച്ചവരും, സത്യത്തിനായി അല്പം സംസാരിച്ചവരും, യശസ്സിനായി ജയിക്കാൻ പുറപ്പെട്ടവരും. ഒരു ക്ഷത്രിയ ധർമ്മമാണല്ലോ, യശസ്സിനായി ജയിക്കാൻ പുറപ്പെട്ടവരും. പിന്നെ ശൈശവത്തിൽ തന്നെ അവര് വിദ്യ എല്ലാം അഭ്യസിച്ചവരാണ്. പിന്നെ യൗവനത്തിൽ വിഷയസുഖം അനുഭവിച്ചവരും, വാർദ്ധക്യത്തിൽ മുനിവൃത്തി എടുത്തവരും, പിന്നെ ഒടുവിൽ യോഗം കൊണ്ട് ദേഹത്യാഗം ചെയ്തവരുമാണ്. അങ്ങനെയുള്ള ഇക്ഷ്വാകു വംശജരായ രാജാക്കന്മാരുടെ വംശത്തെ പറ്റി പറയാൻ വാക്സമ്പത്ത് വളരെ കഷ്ടി ആണ് എങ്കിലും അവരുടെ ഗുണങ്ങൾ വരും തലമുറയ്ക്ക് ഒരു മാതൃകയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഈ ലോകത്ത് രാഷ്ട്രത്തിന് വേണ്ടി അടിപിടി കൂടുന്നവർക്ക് ഈ വംശപരമ്പര ഒരു മാതൃക തന്നെയാണ്. നമുക്ക് അറിയാം രാമരാജ്യത്തെ പറ്റി എത്രയും, അതായത് നാരായണീയത്തിലും പറയുന്നുണ്ട്, മത്യശിക്ഷാർത്ഥമേവ എന്ന് ഭഗവാന്റെ അവതാരത്തിനെ പറ്റി പറയുന്നുണ്ട്. ഇത്രയും മഹത്വമേറിയ ആ രാജവംശത്തിന്റെ വംശാവലിയാണ് ഇവിടെ എൻ്റെ അറിവിലൂടെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചത്. തത്വപരമായ ഒന്നും ഈ അധ്യായത്തിൽ പറയാനില്ലെങ്കിലും ഇക്ഷ്വാകു വംശം ഒരു മാതൃക രാജവംശം തന്നെയായിരുന്നു. ഇവിടെ ജീവാത്മാവും രാജാവും ഒരേപോലെയാണ്. അതിനാൽ ജനങ്ങൾക്ക് വേണ്ടി രാജാവ് ജീവിക്കണം. നമ്മൾ കമലാവതി അമ്മയുടെ ആ പ്രഭാഷണത്തിൽ നമ്മളത് ശ്രവിച്ചതാണ്. പിന്നെ രാജാവ് എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ ആയിരിക്കും പ്രജ, യഥാ രാജ തഥാ പ്രജ എന്നും നമുക്കറിയാം. അങ്ങനെ ഇവിടെയും ഭൗതിക ജീവിതത്തിലൂടെ ആത്മീയത നേടിയ രാജാക്കന്മാർ ധാരാളമുണ്ട്. ശ്രേയോമാർഗത്തിന് ഏത് വഴിയും ഉചിതമാണ് എന്ന ഈ വംശപരമ്പരയിലൂടെ നാം മനസ്സിലാക്കുന്നു. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാം ഭഗവത് പാദത്തിലും ഭാഗവതഹംസം വള്ളിയൂർ തിരുമേനിയുടെയും മനു തിരുമേനിയുടെയും പാതാരബന്ധങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ച ഭാഗവത കുടുംബത്തെ എല്ലാ നല്ലവർക്കും നല്ലവരായ സുഹൃത്തുക്കൾക്കും നമസ്കാരം അർപ്പിക്കുന്നു. എൻ്റെ പാദ നമസ്കാരം അർപ്പിക്കുന്നു. ഒരു ചെറിയ ശ്ലോകം പറയാം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വിളങ്ങണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. പൊൻചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമൂർക്കണം, ആപദാബ്ജം തന്നിലായി നമസ്കരിച്ചിരുന്നു ഞാൻ, ആപദാബ്ജം തന്നിലായി നമസ്കരിച്ചിരുന്നു ഞാൻ. ഹരി ഓം. ഞാൻ എൻ്റെ എളിയ അറിവ് വെച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും നമസ്കാരം തരുന്നു. പന്ത്രണ്ടില് ഇത്രയൊക്കെ കാര്യങ്ങൾ പറയണമെങ്കിൽ എളുപ്പമല്ല അല്ലേ? സൂര്യവംശത്തിൻ്റെ മഹാത്മ്യത്തെയും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ആ കാളിദാസനെയും കൂടി നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താൻ ശാലാക്ഷ്യമ്മ തയ്യാറായി. വളരെയധികം ഹൃദ്യമായിട്ടൊരു പ്രഭാഷണം തന്നെ. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ ഓരോരുത്തർക്കും ഓരോ കഴിവ് അല്ലേ? ഇവരൊക്കെ 2-3 വാക്കുകൾ പറഞ്ഞാൽ തന്നെ അങ്ങ് തറയ്ക്കുന്ന ഒരു രീതിയിലാണ്. ഈ ശബ്ദത്തിനൊരു വലിയൊരു മഹത്വമുണ്ട് ശരിക്കും, യാതൊരു സംശയമില്ല. പ്രഭാഷണത്തിന്റെ ശൈലിയേക്കാൾ അതിനകത്ത് ഉള്ളതിനേക്കാളും കൂടുതൽ ഇവരുടെ പറയുന്ന രീതി, അതൊരു വളരെയധികം എപ്പോഴും അത് എല്ലാവർക്കും ഹൃദ്യമാകുന്ന രീതിയാണ് ശാലാക്ഷ്യമ്മയുടെ പ്രഭാഷണം, സംസാരം. അതൊരു വലിയൊരു ഘടകമാണിതിൽ. എന്തായാലും ആ ചെറിയ അധ്യായങ്ങളിൽ പോലും അല്ലേ വലിയ കാര്യം നമുക്ക് കാണിച്ചു തന്നു. ആ സൂര്യവംശ രാജ്യം, നമ്മൾ ഈ സോമവംശത്തിലെ ഭഗവാന്റെ അവതാരമാണെങ്കിൽ പോലും സൂര്യവംശമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ ഉള്ളതെന്നാണ് പറയുക ശരിക്കും. അതുകൊണ്ടാണ് ഇത്രയും രാജാക്കന്മാരുടെ കഥ നമ്മൾ നവമത്തിൽ അവിടെ ഒതുക്കിയത്. പക്ഷേ ഈ കൃഷ്ണൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്തായി? രാമനെ ഒതുക്കി അവിടെ അല്ലേ? ഇത്രയും കഥകൾ എത്ര വിസ്തരിച്ച് പറയേണ്ട കഥകളാണ് ശരിക്കും, അത്ഭുത കഥകൾ.
എല്ലാം ഒരു നർമ്മരസം കലർന്നതായിട്ടുള്ള രസം. പക്ഷേ ഈ ഓട്ടാണ് അല്ലെ, കൃഷ്ണാവതാരത്തിലേക്കുള്ള ഓട്ടത്തിൽ ഇതെല്ലാം നമ്മൾ ചുരുക്കി ചുരുക്കി പോവുകയാണ്. എന്തായാലും അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിച്ചു തന്ന വിശാലാക്ഷിയമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇനിയും ഒരു കാര്യം പറയാൻ തിരുമേനി, രഘുവംശം വായിച്ചു കഴിഞ്ഞാൽ സൂര്യവംശത്തിന്റെ ആ മഹത്വത്തിനെ പറ്റി പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. സാറ് പഠിപ്പിക്കുമ്പോൾ ഞങ്ങളതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അതല്ലേ, അതിന് അതാ പറഞ്ഞ ആ രാജാക്കന്മാരുടെ കഥ ശരിക്കും നവമസ്കന്ധം ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇത് തന്നെയാണ്. ഒരു എന്താ പ്രപഞ്ച ഭരണത്തിനൊക്കെ ആയിട്ട് തന്നെ ഇക്ഷ്വാകു വംശം തൊട്ടിങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാര്, ഓരോ രാജാക്കന്മാരും അവര് അവരുടെ സമയം കഴിഞ്ഞാൽ മാറിക്കൊടുക്കാൻ ഒരു മടിയും ഇല്ല എന്നുള്ളതാണ്. അടുത്ത കസേരയ്ക്ക് അല്ലെ, കസേരയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാതെ സമയമാകുമ്പം അടുത്തയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയില്ലാത്ത രാജാക്കന്മാരായിരുന്നു. കാരണം എല്ലാവരെയും അതുപോലെയായിരുന്നു, ഭക്തന്മാരായിരുന്നു നമ്മുടെ രാജാക്കന്മാരുടെ. ഏറ്റവും ആദ്യത്തെ രാജാവാരാ? സ്വയംഭുവനുമാണ് അല്ലെ. സ്വയംഭുവനുവിന്റെ ഭക്തിയോടുകൂടി തുടങ്ങി അങ്ങോട്ട് പ്രിയവ്രതനിലേക്കും അഗ്നിധരനിലേക്കും അങ്ങനെ അങ്ങ് പോവല്ലേ. ഭരതൻ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ആ രാജാക്കന്മാരുടെ കഥകൾ. എന്തായാലും വളരെയധികം സന്തോഷം. ഇനിയും അമ്മയ്ക്ക് ധാരാളം സത്സംഗങ്ങൾ കിട്ടട്ടെ. അതുപോലെ തന്നെ ഈ അറിവ് ശേഖരിക്കാൻ വേണ്ടി എവിടെയൊക്കെ സത്സംഗമുണ്ടോ അവിടെയൊക്കെ വിശാലാക്ഷിയമ്മ ഉണ്ടാവും. വിശ്വനാഥൻ സാറിന്റെ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും. ഏത് സൂം മീറ്റിങ്ങിന് നോക്കിയാലും വിശാലാക്ഷിയമ്മയുടെ ഇതുണ്ടാവും, അവിടെ സാന്നിധ്യം ഉണ്ടാവും. എന്തായാലും അതൊരു ഭാഗ്യമാണ് ശരിക്ക്. അതങ്ങനെ പറ്റുന്നുണ്ടല്ലോ ഈ പ്രായത്തിലും. ഈ പ്രായത്തിലും കൂടെയുള്ള പ്രായം ഒരു വലിയൊരു വിഷയം തന്നെയാണ്. അപ്പം അല്ലേ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഓരോ അമ്മമാർക്ക്. അപ്പം അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ആ ഇച്ഛാശക്തിയാണ് ശരിക്കും സത്യത്തിൽ അതിനൊരു കുറവും വരാതെ ആ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് തന്നെ ഗുരുവായൂരപ്പൻ ധാരാളം അറിവുകൾ അമ്മയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കട്ടെ. ഭാഗവതം വായിക്കാൻ സാധിക്കട്ടെ. പോരാ, പ്രധാനമായിട്ട് വേണ്ടതാണ്, എല്ലാവർക്കും വേണ്ടത് എന്താ പ്രധാനമായിട്ട്? ആയുരാരോഗ്യം അല്ലേ. ഒരു രോഗവും ഇല്ലാതെ അരോഗാവസ്ഥയിൽ ഇനിയും നാളുകൾ ആയുസോളവും സുഖമായിട്ട് ഈ ഭഗവത് കഥകൾ തന്നെ അതിൽ തന്നെ രമിച്ചു കഴിയാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ഭാഗവത കുടുംബത്തിലുള്ള എല്ലാവർക്കും കൂടി ആ വിശാലാക്ഷമിക്ക് വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.